ജനമെല്ലാം പിരിഞ്ഞുപോയി ദുഃഖശനിയുടെ ദിനത്തിലേക്ക് കടന്നു വരികയാണ്. ആ ദുഃഖശനിയുടെ ദിനത്തിൽ ആ ഗോൽഗോഥായുടെ വിരിമാറിൽ നിന്ന് അടർത്തിമാറ്റപ്പെട്ട ലോകത്തിൻ്റെ രക്ഷകനായ കർത്താവ് തൻ്റെ പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ വേഷം ധരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തിയ ദൈവപുത്രൻ കുരിശിൽ പിടഞ്ഞു മരിച്ചപ്പോൾ അവൻ്റെ കുരിശിൻ്റെ മുകളിൽ ഒരു ശീർഷകം പീലാത്തോസ് പല ഭാഷകളിൽ എഴുതി വെച്ചു. അത് നസ്രായനായ യേശു യൂതന്മാരുടെ രാജാവ് എന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഞങ്ങൾ പറയുന്ന പോലൊക്കെ എഴുതണം എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരിശിൽ മരിക്കുന്ന ആളിൻ്റെ കുറ്റമാണ് അവിടെ എഴുതി വെക്കുന്നത്. അപ്പോൾ ഈ പീലാത്തോസിനെ സംബന്ധിച്ചിടത്തോളം പീലാത്തോസിൻ്റെ ജീവിതയാത്രയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണ കോയ്മ ഇല്ലാതാവുകയും അദ്ദേഹം ബഹിഷ്കൃതനാകും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുവാനായിട്ട് അയാൾ വിധിക്കുന്നത്. ഒരു നിയമം അനുസരിച്ച് ഗവർണറെ പറ്റി 3 പ്രാവശ്യം പരാതികൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ആൾ നിഷ്കാസിതനാകും എന്നുള്ളതാണ് സീസർ ചക്രവർത്തിയുടെ മുമ്പിലെ നിയമം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വിഗ്രഹചിഹ്നങ്ങളൊന്നും അവിടെ അനുവദനീയമല്ലാതിരുന്ന സാഹചര്യത്തിൽ ഈ പീലാത്തോസ് ജെറൂസലേമിലേക്ക് കടന്നു വരുമ്പോൾ റോമൻ ഭരണാധികാരികളുടെ ചിഹ്നം ആലേഖനം ചെയ്ത വടികളും അതോടൊപ്പം തന്നെ കൊട്ടാരത്തിലും ആ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തു വെക്കുകയും അങ്ങനെ യഹൂദർ കുപിതരായി മാറുകയും വലിയ പ്രശ്നങ്ങളുണ്ടാകുകയും അനേക യഹൂദർ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഒന്നാമത്തെ പരാതി പീലാത്തോസിനെതിരായിട്ട് സീസറിൻ്റെ അടുക്കൽ പോയി. രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ ധനം എടുത്തിട്ട് ദേവാലയത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ഏറ്റവും വിശ്വാസത്തിൻ്റെ ഒരു കാതലായിട്ടുള്ള മാലാഖ ഇറങ്ങി കുളം കലക്കുമ്പോൾ അനേകർക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ള ആ തടാകത്തിൽ നിന്നും വെള്ളം അദ്ദേഹം ശേഖരിച്ച് ഈ ജെറൂസലേമിലെ ജലദൗർലഭ്യം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു. അതിനുള്ള പൈപ്പിൻ്റെ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കുവാനായിട്ട് ജലമുള്ള സ്രോതസ്സുകളെല്ലാം ഉപയോഗിച്ചപ്പോൾ ദേവാലയത്തിൻ്റെ പണം വിനിയോഗിച്ചു. അത് അവരെ വളരെയധികം കുപിതരാക്കി. കാരണം ദേവാലയത്തിൻ്റെ പണം ഒരിക്കലും രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടിന് വിരുദ്ധമായി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ അവർ വളരെ നിശിതമായി അതിനെ എതിർക്കുകയും അങ്ങനെ അനേകം ആളുകൾ അവിടെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ പരാതി പോയി. മൂന്നാമത്തെ പരാതിയാണ് യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നിട്ടുള്ള ആ പരാതി. ആ സമയത്ത് നീതിമാനായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഈ ഭരണാധികാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടാണ്, എന്താണ് സത്യം? സത്യം എന്തെന്ന് അറിയുന്ന സത്യത്തിൻ്റെ മുമ്പത്തേക്ക് നോക്കി സത്യം എന്തെന്ന് ചോദിച്ചിട്ട് കള്ളം കാണിക്കുന്ന ഒരാളാണ് പീലാത്തോസ്. ആ പീലാത്തോസിൻ്റെ ജീവിതത്തിൽ കൂടെ ഈ മനുഷ്യൻ എഴുതി വെച്ച ശീർഷകം ഈ യൂതരുടെ രാജാവ് എന്നുള്ളത് എഴുതാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു ഇവൻ സീസറിനെ തള്ളിമാറ്റിക്കൊണ്ട് രാജാവാകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പീലാത്തോസ് ഏറെ ചിന്തിച്ചതിന് ശേഷം കണ്ടുപിടിച്ച ഒരേ ഒരു കുറ്റം ഇതാണ്, യേശുക്രിസ്തു സ്വയം സീസറാകാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് എഴുതിയത് യൂതന്മാരുടെ രാജാവാണ് ഇവൻ നസ്രായനായ യേശു എന്ന്. നമ്മൾ അടുത്തായിട്ട് കാണേണ്ട ഒരു കാര്യം ഇതാണ്, ബാക്കിയുള്ളവരെല്ലാം യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഇവിടെ തീർന്നു. ശിഷ്യന്മാർ ഇടയനടിയേറ്റപ്പോൾ അവരെല്ലാം ചെതറിപ്പോയി. എല്ലാവരും ചെതറിപ്പോയെങ്കിലും ദുഃഖശനിയിലും തൻ്റെ പുത്രൻ ദൈവപുത്രനാണെന്ന് വിളിച്ച് അറിഞ്ഞിരുന്ന, ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരമ്മയുണ്ട്. ആ അമ്മയാണ് പരിശുദ്ധ കന്യക മറിയം. നമ്മൾ കാണുന്നുണ്ട് ഈ കർത്താവിൻ്റെ പെന്തക്കോസ്തിയുടെ ദിവസത്തിൽ അവിടെ ഈ ശിഷ്യന്മാർ കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിനോടൊപ്പമാണ്. കാരണം എല്ലാം തകർന്നുവെന്ന് വിചാരിച്ചപ്പോഴും എല്ലാത്തിനെയും ഉയർത്തിയെടുക്കുവാൻ തക്കവണ്ണം അമ്മ എന്നും നിലപാടുകൾ എടുത്തിരുന്നു. കാനായിൽ എല്ലാം തകർന്നു എന്ന് നാണക്കേടിൻ്റെ പാരമ്പര്യത്തിലേക്കായി എന്ന് ചിന്തിച്ചിടത്ത് അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് യേശുവിൽ കൊടുക്കുന്നു. ഇവിടെ ബാബേലിൽ ഭാഷ ചിതറിക്കപ്പെട്ട ആളുകൾ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയെങ്കിൽ ചിതറിപ്പോയവരെ എല്ലാം കൂടെ സെഹിയോനിൽ കൂട്ടിക്കൊണ്ട് ഈ അമ്മ പ്രാർത്ഥിക്കുന്നു. ഈ അമ്മ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിലേക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ കന്യാമാതാവ്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന സ്ത്രീയെ കുർബാനയുടെ സ്ത്രീയായിട്ട് ഇന്ന് സഭ മാനിക്കുന്നു. പ്രിയപ്പെട്ട അമ്മയോടൊപ്പം നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈ അമ്മയോടൊപ്പം യേശുവിൻ്റെ സ്നേഹത്തെ നമുക്ക് വിളംബരം ചെയ്യാം. യോഹന്നാൻ എപ്പോൾ മാതാവിനെ ഭവനത്തിൽ സ്വീകരിച്ചോ അന്ന് മുതൽ സ്നേഹത്തിൻ്റെ സുവിശേഷകനായിട്ട് മാറി. ലോകത്തെ ഏറ്റവും അധികം സ്നേഹത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള വ്യക്തി യോഹന്നാനാണ്.
ഈ അമ്മയോട് ചേരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം ചേരും, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ സ്നേഹം നിറയും. യേശുവിൻ്റെ സ്നേഹം അത് മാത്രമേ അമ്മയ്ക്ക് തരാനുള്ളൂ. അമ്മയെന്നും പറയുന്നത് അവൻ പറയുന്നത് എന്തോ അത് ചെയ്യുവാൻ. നമുക്ക് യേശു പറയുന്നത് ചെയ്യുവാൻ ഈ അമ്മയുടെ കൈകളെ പിടിച്ചുകൊണ്ട് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നീങ്ങാം. എന്റെ പാപം ഏറ്റെടുക്കാം.